ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അതായത് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അൺറിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റ്സ് ഒന്നും ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നോർമലി പ്രൊസീഡ് ചെയ്ത് പോകാവുന്നതാണ്. പക്ഷെ നിങ്ങൾ സർട്ടിഫിക്കറ്റ്സിൽ, അതായത് നിങ്ങൾ OBC നോൺ ക്രീം ലെയർ ആണ് അല്ലെങ്കിൽ SC ST കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യാനുണ്ട്, സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ഇഷ്യൂയിങ് അതോറിറ്റി, അതേപോലെ ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, എൻ്റർ ചെയ്യാനുണ്ട്. സോ നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിന് മുന്നേ മസ്റ്റായിട്ടും എന്ത് ചെയ്യണം, നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. OBC നോൺ ക്രീം ലെയർ സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. സോ ഈ ഒരു OBC നോൺ ക്രീം ലെയറും അതേപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അത് SC STക്കും OBC നോൺ ക്രീം ലെയർ OBC കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കുമാണ്. സോ ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒബ്സർവേഷൻ, ഇപ്പോൾ ചില ആളുകൾ ഓൾറെഡി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നൊക്കെ കിട്ടുന്ന OBC സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവും, അത് മതിയോ എന്നുള്ളത്. അത് പോരാ എന്നുള്ളതാണ്. കാരണം ഇഷ്യൂയിങ് അതോറിറ്റിയിൽ ഇവർ പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണെന്നറിയോ, ഇഷ്യൂയിങ് അതോറിറ്റി ആയിട്ട് RRB മെൻഷൻ ചെയ്തിട്ടുള്ളത് നോക്കി, എന്താണ്, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, അതേപോലെ അഡീഷണൽ മജിസ്ട്രേറ്റ്, കലക്ടർ, ഡെപ്യൂട്ടി കമ്മീഷണർ, അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ, ഡെപ്യൂട്ടി കലക്ടർ, ഫസ്റ്റ് ക്ലാസ് സൂപ്രണ്ടൻറ്റ്, അതേപോലെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്, താലൂക്ക് മജിസ്ട്രേറ്റ്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, എക്സ്ട്രാ അസിസ്റ്റന്റ് കമ്മീഷണർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ക്ലാസ് ഓഫ് സൂപ്രണ്ടൻറ്റ് മജിസ്ട്രേറ്റ്, സ്റ്റൈപ്പൻഡറി മജിസ്ട്രേറ്റ്, then chief presidency magistrate, additional chief presidency magistrate, presidency magistrate, revenue officer not below the rank of tahsildar and subdivisional officer of the area where the candidate and his family resides എന്നുള്ളതാണ്. അതായത് പഞ്ചായത്ത് തലത്തിൽ കിട്ടിയിട്ടുള്ള അക്ഷയയിൽ നിന്ന് കിട്ടുന്ന ഒരു OBC സർട്ടിഫിക്കറ്റ് ഇവിടെ മതിയാവില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ അതോറിറ്റീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്സ് തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അതേ കേസിനാണ് ഇവിടെയും കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് പഞ്ചായത്ത് ലെവലിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇഷ്യൂയിങ് അതോറിറ്റി നോക്കുന്ന സമയത്ത് സെലക്ട് ചെയ്യാൻ കഴിയില്ല. കാരണം അതിൽ എന്തില്ല, അതിൽ ഈ പറഞ്ഞിരിക്കുന്ന കാറ്റഗറീസ് മാത്രമേ വരുന്നുള്ളൂ. സോ എന്തായാലും നിങ്ങൾ OBC സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത്. അത് ഇപ്പോഴേ നിങ്ങൾ തയ്യാറാക്കുക. അതെവിടെ പോവുക, ഈ പറഞ്ഞിരിക്കുന്ന തഹസിൽദാർ അടുത്തുനിന്നോ അല്ലെങ്കിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്തുനിന്നോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സിവിൽ സ്റ്റേഷനിലൊക്കെയാണ് സാധാരണ ഇത് ഉണ്ടാവാറുള്ളത്. സോ അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സർട്ടിഫിക്കറ്റ് മസ്റ്റായിട്ടും പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സർട്ടിഫിക്കറ്റ്സും ഇതിൻ്റെ ഇഷ്യൂയിങ് നമ്പർ, അതേപോലെ ഇഷ്യൂയിങ് ഡേറ്റ്, അതേപോലെ ഇഷ്യൂയിങ് അതോറിറ്റി ഒക്കെ നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോമിൽ ഫില്ല് ചെയ്യാനുണ്ട്. സോ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മളെ ചാനലുണ്ട്. സോ ആ വീഡിയോ നിങ്ങൾ കണ്ടുവെക്കാം. സോ അതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഏത് അതോറിറ്റിയാണ് അതെന്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാനുണ്ട്. സോ ഈ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാതെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അപ്ലിക്കേഷനിലേക്ക് പോയരുത്. അൺറിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും പ്രൊസീഡ് ചെയ്യാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ അല്ലേ, റെഡി. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകൾ കിട്ടുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക, ഈ ഒരു യൂട്യൂബ് ചാനൽ, എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നേരത്തെ എപ്പോഴും പറയും പോലെ ഈ ഒരു ALP കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാനോട് കൂടിയിട്ടുള്ള ഒരു കോഴ്സാണ് എൻട്രി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഏറ്റവും എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ ഈ ജോബിലേക്ക് എത്തിക്കുക എന്നുള്ള ഇൻറ്റൻസീവ് ആയിട്ടുള്ളൊരു സ്പെഷ്യൽ പ്രീമിയം ഗോൾഡ് ബാച്ച് നമ്മൾ എൻട്രിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അതിനുവേണ്ടി എന്ത് ചെയ്യുക, താഴെ ഡയറക്റ്റ് പർച്ചേസ് ലിങ്കിലൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതേപോലെ തന്നെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. Okay, that's all for today. Thank you for listening. Have a nice day.